സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്താ വന്നിരിക്കുന്നത്, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തൈര്, നല്ല കട്ട തൈരാണ്. നമുക്കിന്നൊരു ഉച്ചയൂണിനെ മീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്നൊരു കറി തയ്യാറാക്കാം. ഞാൻ ആ വെണ്ടയ്ക്കയൊക്കെ കഴുകി അത് കണ്ട് ഇങ്ങനെയൊന്ന് റൗണ്ട് ചെയ്ത് ഞാനൊന്ന് കണ്ടിക്കുകയാണ്. ഇച്ചിരി നീളത്തിൽ കണ്ടിച്ചെടുക്കണം. നമുക്കതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ചോറിനൊക്കെ കിടിലമാണ് കഴിക്കാൻ കേട്ടോ. അപ്പം വെണ്ടയ്ക്കൊക്കെ ഞാൻ പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കട്ടെ, നമുക്ക് നോക്കാം. വായോ, നിങ്ങളും കൂടെ വായോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വെണ്ടയ്ക്കൊക്കെ ക്ലിയറായിട്ട് മൊത്തത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ. കുറച്ച് മതി, ഉള്ള വെണ്ടയ്ക്ക മതി, നമുക്ക് ഒരു 6-7 വെണ്ടയ്ക്ക മതി. ഫ്രഷ് വെണ്ടയ്ക്കാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. അധികം മുറ്റിയ വെണ്ടയ്ക്കല്ല. അപ്പം വെണ്ടയ്ക്കൊക്കെ ഞാനൊന്ന് അരിഞ്ഞു അത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാള അരിയാനുണ്ട്. നമുക്കതും കൂടെ ചെറുതായിട്ട് അരിയണം. അപ്പം സവാള അരിയണം, ഇച്ചിരി വെളുത്തുള്ളിയുണ്ട്, ഒരു ഇച്ചിരി ഇഞ്ചി അരിയണം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ അരിയണം. അപ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു സവാളയൊന്ന് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം, ചെറുതായിട്ട് അരിയണം. അപ്പം ഞാനതൊന്ന് അരിയട്ടെ. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് ഇഞ്ചി ഒരെണ്ണം ചിരണ്ടി എടുത്തിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തേങ്ങയൊന്നും വേണ്ട, വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന. അപ്പം ഞാൻ സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ എരിയൊന്നും അധികം കൂട്ടാത്ത പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ. അത് നമുക്കായാലും ഏറ്റവും ഇഷ്ടപ്പെടും. ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞെടുക്കാം. ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക അല്പം ഉപ്പ് ഇട്ട്, ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് വയ്ക്കാം. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്നറിയാം. ഇത് നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നല്ലോ. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. തീ കത്തിക്കാം. നമുക്ക് വെളിച്ചെണ്ണയല്ല തയ്യാറാക്കുന്നത്, നമുക്ക് ഓയിലൊഴിക്കാം. അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ്, അപ്പം ഞാൻ ഇനി ഇടാൻ പോകുന്നത് ജീരകമായിടുന്നത്. കടുകല്ലിടുന്നത് ജീരകമായിടുന്നത്. ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇനിയിപ്പോൾ ഈ ജീരകം എന്താണ്ട് മൂത്തിട്ടുണ്ട്. ഇനി ആ ഇഞ്ചിയും ആ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഈ മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ സവാള ചേർക്കുകയാണ്. ഇത് ഒരുമിച്ച് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് ഈ എണ്ണയിൽ തന്നെ ഒന്ന് മൂത്ത് നമുക്ക് വേറൊരു നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച്. അപ്പം നമ്മുടെ വെണ്ടയ്ക്കയിൽ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ലതുപോലെ ഇത് മൂത്ത്, അത് ഇച്ചിരി കരിയാപ്പലയും കൂടി ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇളക്കി യോജിപ്പിച്ച് പിന്നെ ഇതിൻ്റെ കൂടെ നല്ലപോലെ മൂത്ത് വന്നിട്ട് വേണം പൊടി ചേർക്കാൻ. അപ്പം ഞാൻ കുറച്ച് 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും പിന്നെ അല്പം നമ്മുടെ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഈ 2 ഐറ്റമേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പം 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്പം ഗരം മസാലയുടെ ചേർത്ത് ഇത് നല്ല കൂട്ടാക്കി ഇളക്കിയിട്ടുണ്ട്. ഇളക്കി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിനകത്തോട്ട് മാറ്റാം. ഒരു ബൗളിനകത്തോട്ട് മാറ്റി. ഞാനിപ്പോൾ ഇത് ആ ബൗളിലോട്ട് മാറ്റിയിട്ട് ആ പാൻ തന്നെയാണ് ഞാനിനിപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെണ്ടയ്ക്ക ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ആ ചൂട് കൊണ്ട് നല്ലപോലെ ഒന്ന് മൂത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി നല്ലപോലെ ആയിട്ടുണ്ട്. കാരണം ഉപ്പൊക്കെ പിടിച്ച് വെച്ചിരുന്നതല്ലേ. അപ്പോൾ ഇനി നമ്മളതിനകത്ത് കട്ട തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ കട്ട തൈര് നമ്മൾ ഒഴിക്കുകയാണ്. ഒഴിച്ച് യോജിപ്പിക്കണം. അടുപ്പിൽ വെച്ച് തന്നെ കട്ട തൈരുമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ, കാരണം ഉപ്പുണ്ട്, പിന്നെ നമുക്കിനി മറ്റേ അരപ്പൂടെ ചേർക്കുകയാണ്. ഇനി അതെല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ, നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇനി ചേർത്താൽ മതി. അപ്പം നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക കറിയാണ് ഏറ്റവും രുചികരമായ കറി. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വെണ്ടയ്ക്ക വൈറ്റമിൻ്റെ കലവറയാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണേ. ഓക്കെ, താങ്ക്സ്. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.